ചെന്നൈ ചെപ്പോക്ക് ചിദംബരം സ്റ്റേഡിയത്തിൽ ടോസ് നേടിയ സിംബാബ്വെ ഇന്ത്യനെ ബാറ്റിങ്ങിന് അയച്ചിരിക്കുകയാണ്. 7 മണിക്ക് കളി തുടങ്ങും. പ്ലേയിങ് ഇലവനിൽ നമ്മുടെ സഞ്ജു സാംസൺ ഉണ്ട്. ഓപ്പണിംഗ് ബാറ്റ്സ്മാനായിട്ടാണ്. ഞാൻ ടീം എന്തായാലും പറയാം, നിങ്ങൾ എന്തായാലും ഇത് കാണും. സൂര്യകുമാർ യാദവ്, അഭിഷേക് ശർമ്മ, സഞ്ജു വി സാംസൺ, ഇഷാൻ കിഷാൻ, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, ശിവൻ ദുബെ, അക്സർ പട്ടേൽ, ഹർഷ്ദീപ് സിംഗ്, വരുൺ ചക്രവർത്തി, ജസ്പ്രീത് ബുംറ. ഇതിൽ ഒഴിവാക്കിയിട്ടുള്ളത് നമ്മുടെ റിങ്കു സിംഗിനെയും വാഷിംഗ് സുന്ദറിനെയാണ് ഒഴിവാക്കിയിട്ടുള്ളത്. റിങ്കു സിംഗിന്റെ അച്ഛന് സുഖമില്ലാണ്ടാണ് റിങ്കു സിംഗ് പോയിട്ടുള്ളത്. എന്തായാലും റിങ്കു സിംഗിനെ ഒഴിവാക്കിയത് നന്നായുള്ളൂ കേട്ടോ സുഹൃത്തുക്കളെ. നമ്മുടെ സഞ്ജു സാംസൺ ഇന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ്. 7 മണിക്ക് കളി തുടങ്ങും. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്തും വെച്ചോളൂ. ലൈക്ക് അടിക്കാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. ഇന്ന് വെസ്റ്റ് ഇൻഡീസ് ദക്ഷിണാഫ്രിക്ക മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ അട്ടിമറിച്ചു. ഒന്നൊന്നര അട്ടിമറിക്കൽ തന്നെയായിരുന്നു. ഒരു 9 വിക്കറ്റിന് ജയമെന്ന് പറഞ്ഞ് ഞാൻ നിസ്സാര ജയമൊന്നുമല്ല, നല്ല കിണ്ണം കാച്ചി ജയം തന്നെയാണ് കേട്ടോ. ഇന്ത്യക്ക് അത് തന്നെയാണ് വേണ്ടിയിരുന്നത്. കാരണം വെസ്റ്റ് ഇൻഡീസ് ദക്ഷിണാഫ്രിക്ക മത്സരം നിർണായക മത്സരമായിരുന്നു. ആ മത്സരത്തിൽ എങ്ങാനും വെസ്റ്റ് ഇൻഡീസ് ജയിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ കാര്യം ഏതാണ്ട് തീരുമാനമായി ഉണ്ടാവും. കാരണം നെറ്റ് റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഇപ്പോൾ 3-ാം സ്ഥാനത്താണ്. 4-ാം സ്ഥാനത്ത് ഏറ്റവും ബാക്കിൽ കിടക്കുന്ന സിംബാബ്വെയാണ്. ഇന്ന് വെസ്റ്റ് ഇൻഡീസ് ദക്ഷിണാഫ്രിക്ക മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ജയിച്ചതോടുകൂടി പോയിന്റ് പട്ടികയിൽ ദക്ഷിണാഫ്രിക്ക 1-ാം സ്ഥാനത്ത് വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോ ഇന്നത്തെ സിംബാബ്വെ ഇന്ത്യ മത്സരത്തിൽ ഇന്ത്യ സിംബാബ്വെനെ വമ്പൻ ജയം ജയിക്കണം. അങ്ങനെ ജയിച്ച് ഞാൻ എന്താ ഗുണം എന്നറിയോ? കളിയുടെ കാര്യമാണ്, ഒന്നും പറയാൻ പറ്റില്ല. വല്ല മഴയും പെയ്ത് വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യ മത്സരം സമനിലയിലേക്ക് വരികയാണെങ്കിൽ പോയിന്റ് അടിസ്ഥാനത്തിൽ ഒപ്പത്തിനൊപ്പെത്തും. അപ്പോൾ ഇപ്പൊ തന്നെ വലിയൊരു ജയം ജയിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് മുതൽക്കൂട്ടാവുകയോ ചെയ്യുള്ളൂ. കൂടുതൽ ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ചാനൽ സബ് ചെയ്ത് വെച്ചോളൂ. പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇന്ന് നമ്മുടെ സഞ്ജു സാംസൺ സെഞ്ചുറി അടിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. പുള്ളിക്കാരൻ ടെൻഷൻ ഇല്ലാണ്ട് കളിക്കട്ടെ. ടെൻഷൻ അടിച്ച് കളിക്കുമ്പോഴാണ് ഈ കൂടുതൽ പ്രശ്നം. പിന്നെ ബാക്ക് ഫുട്ട് ഇറങ്ങി കളിക്കുന്നതാണ് മെയിനായിട്ട് ആളുടെ ഒരു വീക്ക് പോയിന്റ് ആയിട്ട് ഇപ്പോൾ തോന്നുന്നത്.